ടെക്നോയുടെ ടെക്നോ പോവ 7 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 19,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നോ പോവ 7 Pro എന്നുള്ള ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെക്നോ പോവ 7 Proയിൽ 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പം ഇതിൽ ഫുൾ HD റെസൊല്യൂഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷൻ വരുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. പഞ്ചോൾ ഡിസൈൻ ആണ് ഇതിൽ വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 144 Hz റീഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. പിന്നെ 93.8% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഫോണിൽ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 4500 nits ആണ്. 2160 Hz PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചറൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 7 പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് എന്ന് തന്നെ പറയാവുന്നതാണ്. പ്രത്യേകിച്ച് 1.5K റെസൊല്യൂഷനും നല്ല PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ട് അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാം. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 195 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.15 mm ആണ്. പിന്നെ IP64 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ബാക്കിൽ ഡെൽറ്റ ലൈറ്റ് ഇൻ്റർഫേസ് എന്നുള്ള ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. അത് ഫോണിൻ്റെ ബാക്ക് ഭാഗത്ത് ക്യാമറ മോഡ്യൂളിൻ്റെ അവിടെ ആയിട്ട് കുറേ LED ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 104ഓളം LED ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു ലൈറ്റ് കത്തുന്നതൊക്കെ ആയിരിക്കും. ഇപ്പോൾ നത്തിങ്ങിൻ്റെ ചില ഫോണുകളിൽ മുമ്പ് നമ്മൾ ഈ ഒരു ഫീച്ചർ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ കുറേ LED ലൈറ്റ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ അത്ര LED ലൈറ്റ്സ് ഇതിലില്ല. എന്നാലും ഇതിൽ ഫോണിൻ്റെ ബാക്കിൽ ഒരു LED ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഡൈനാമിക് ഗ്രേ, ഗ്രീക്ക് ബ്ലാക്ക്, അതുപോലെ തന്നെ ന്യൂൺ സിയാൻ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7300 അൾട്ടിമേറ്റ് എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തിരക്കുള്ള നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ് ഇത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള ഒരു പ്രോസസ്സറും ഇതിൽ വരുന്നുണ്ട്. അപ്പം അതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 10ഓളം 5G ബാൻഡ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR5 റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പാണ് ഇതിൽ വരുന്നത്. വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാം ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 8GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. NFC സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. അതുണ്ടായിരുന്നെങ്കിൽ നന്നായേനെ. പിന്നെ ആൻഡ്രോയിഡ് 15 ബേസായിട്ടുള്ള iOS സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. 1 കൊല്ലത്തെ OS അപ്ഡേറ്റും 2 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഫോണിൽ ലഭിക്കുക. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ നമ്മൾ കുറച്ചും കൂടി കൂടുതൽ കാലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് 2+3 ഇയേഴ്സിൻ്റെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കായിരുന്നു. എന്തായാലും 1 കൊല്ലത്തെ OS അപ്ഡേറ്റും 2 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ഇതിൽ വരുള്ളൂ. പിന്നെ ഇതിൽ ELA AI എന്നുള്ള ഒരു AI ഫീച്ചറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 64 MP f1.7 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. ഇത് സോണി IMX682ൻ്റെ സെൻസറാണ്. ഇതിൽ OSൻ്റെ സപ്പോർട്ടൊന്നും വരുന്നില്ല. പിന്നെ 8 MP f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 13 MP f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. അപ്പം തിരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറയാം, അത്രേ ഉള്ളൂ. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 6000 mAh ബാറ്ററിയാണ് വരുന്നത്. അപ്പം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. തിരക്കേടില്ലാത്ത നല്ലൊരു ചാർജിങ് സ്പീഡൊക്കെ തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, 30 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. പൊതുവേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ നമുക്ക് വയർലെസ് ചാർജിങ് സപ്പോർട്ട് കിട്ടാറില്ല. പക്ഷേ ഈ ഫോണിൽ വരുന്നുണ്ട്. അപ്പം അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയും വരുന്നുണ്ട്. വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8GB റാം 128GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 18,999 രൂപയാണ്. 8GB റാം 256GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 19,999 രൂപയാണ്.
പിന്നെ ഇനീഷ്യലി 2000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ജൂലൈ 10 മുതലാണ് ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ട് വഴിയായിരിക്കും ഫോണിൻ്റെ സെയിൽ നടക്കുക. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസ്സർ വരുന്നുണ്ട്, നല്ല ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട്, അതുപോലെ തന്നെ തരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോൺ എന്നൊക്കെ പറയാവുന്നതാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോണാണ് എന്നൊക്കെ പറയാം. ഇനി കോമ്പറ്റീഷനിൽ വരുന്ന ഫോണുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫോൺ എന്ന് പറയുന്നത് CMF ഫോൺ 2 Pro ആണ്. അതിൽ സെയിം പ്രോസസ്സറും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ ആ ഒരു ഫോണിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ടെലിഫോട്ടോ ലെൻസ് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ വരുന്ന സ്റ്റീരിയോ സ്പീക്കേഴ്സും വയർലെസ് ചാർജിങ് സപ്പോർട്ടും മിസ്സിംഗ് ആണ്. പിന്നെ കോമ്പറ്റീഷനിൽ വരുന്ന ഫോണാണ് Realme Narzo 80 Pro, അതുപോലെ തന്നെ Realme P3 Pro എന്നീ ഫോണുകളൊക്കെ. അതിലൊക്കെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ Realme P3 Proയിൽ കോഡ് ഡിസ്പ്ലേ ഒക്കെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ലഭിക്കുന്നുണ്ട്. പിന്നെ അതിലും വയർലെസ് ചാർജിങ് സപ്പോർട്ടൊക്കെ മിസ്സിംഗ് ആണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ നത്തിങ് ഫോൺ 2A Plus വരുന്നുണ്ട്. അത് കൺസിഡർ ചെയ്യാം. അപ്പം സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ അതിൽ വരുന്നുണ്ട്. പിന്നെ മെയിൻ ക്യാമറ സെൻസറിൽ OSന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോണാണ് നോക്കുന്നുണ്ടെങ്കിൽ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ X6 Pro വരുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറൊക്കെ അതിൽ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് കോമ്പറ്റീഷനിൽ വരുന്ന ചില ഫോണുകൾ. പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ള Realme P3 Pro, നത്തിങ് ഫോൺ 2A Plus, അതുപോലെ തന്നെ പോക്കോ X6 Pro എന്നീ ഫോണുകളൊക്കെ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളാണ്. 1,000 രൂപയെ കൂടുന്നുള്ളൂ. അപ്പം അതും വേണമെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാം എന്നേ ഉള്ളൂ. അല്ല 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ മറ്റേ ഫോണുകൾ നോക്കാവുന്നതാണ്. ഇതും നല്ലൊരു ഫോൺ തന്നെയാണ്. അപ്പം കോമ്പറ്റീഷനിലും ചില ഓപ്ഷൻസ് വേറെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ഫോൺ മോശം എന്നല്ല. ഈ ഒരു ഫോണിലും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഇതും കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വയർലെസ് ചാർജിങ് സപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ഒക്കെ വേണമെന്നുണ്ടെങ്കിലും ഇത് നോക്കാവുന്നതാണ്. പിന്നെ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോണാണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. അതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.